അപ്പം ഇത് രണ്ട് പ്രോസസ്സ് ഇവിടെ നടക്കണം. രണ്ട് പ്രോസസ്സ് നടക്കണം. അതായത് ഒന്ന് ജ്യൂസും എടുക്കണം, ഒന്ന് ഈ പൾപ്പും എടുക്കണം. കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് തോട്ടത്തിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യും. ഇതിങ്ങനെയാണ് നിങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ മെഷീനിലോട്ട് മാറ്റിയതിന് ശേഷം ജ്യൂസ് വേറെയും അതുപോലെ തന്നെ അതിന്റെ സീഡ്സ് വേറെ ആയിട്ടാണ്. അതാണ് ഇതിന്റെ സിസ്റ്റം. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബോട്ടിലല്ലാതെ കണ്ട് നമുക്ക് കപ്പിൽ ചെയ്യാൻ പറ്റും. ഇവിടത്തേക്കാണ് നമ്മൾ ജ്യൂസ് ചൂടാക്കുന്നത്. ഇത് ചൂടാക്കണോ? അങ്ങനെ ഒരു 4 വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ട് ഇത് വാഷിങ്ങിലൊക്കെ. ഇവിടെ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നമ്മൾ ആദ്യം ഈ സീഡ്സ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വീണ്ടും ഈ ഒരു ബോട്ടിലേക്ക് സീഡ് വന്നിരിക്കുന്നത്? F0 വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊക്കോ ഡ്രിങ്ക്സിലാണ് വന്നിരിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ജ്യൂസ് ചെയ്യുന്ന കമ്പനി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു വിശേഷങ്ങൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതായത് ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് പാഷൻ ഫ്രൂട്ട് ചെയ്യുന്ന, അതേപോലെ തന്നെ ഗ്രേപ്പ് വെച്ചിട്ടൊക്കെ ജ്യൂസ് ചെയ്ത് ബോട്ടിലാക്കിയിട്ട് നാച്ചുറൽ ആയിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനിയാണ് കൊക്കോ ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ജ്യൂസ് മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ, ഇതേപോലെ പ്ലാന്റുകൾ നമുക്ക് വേണമെങ്കിൽ തുടങ്ങാനുള്ള സൗകര്യം, സഹായം കൂടി ഈ ഒരു കമ്പനി നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ വിശേഷങ്ങൾ നമ്മൾ അറിയണ്ടേ? നേരെ കൊക്കോ ഡ്രിങ്ക്സിന്റെ വിശേഷങ്ങളിലേക്ക്. കൊക്കോ ഡ്രിങ്ക്സിന്റെ ഓണർ രതീഷാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പൊ ഒരു 10 വർഷത്തോളമായി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. 10 വർഷമായി. 10 വർഷം. ഓക്കെ, നിങ്ങൾ ആദ്യം മുതൽ ഇതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്ക്സ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്? നാച്ചുറൽ മാത്രം, നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ചെയ്തായിരുന്നു ആദ്യം. ഓക്കെ, ഇപ്പോഴാണ് നാച്ചുറലിലോട്ട് മാറിയത്. നാച്ചുറലിലേക്ക് വന്നിട്ടില്ല. അതെ അതെ, കൂടുതൽ ആൾക്കാരെ നാച്ചുറലിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ട് നാച്ചുറൽ കൂടുതൽ വേണം. ഇവിടെ നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ജ്യൂസുകളാണ് ചെയ്യുന്നത്? ഞങ്ങളിപ്പോ ഫാഷൻ ഫ്രൂട്ട്, അതുപോലെ തന്നെ ഗ്രേപ്പ്, പൈനാപ്പിൾ, അങ്ങനെ നിരവധി പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് ഫ്രൂട്ടും ജ്യൂസ് ആക്കാൻ പറ്റുമോ? നമുക്ക് അവൈലബിൾ ആയിട്ട് ഏത് ഫ്രൂട്ട് നമുക്ക് ജ്യൂസ് ആക്കി റെഡിയാക്കി തരാം, ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള മെഷീനറീസ് ആണ് നിങ്ങൾ എടുത്തുള്ളത്? മെഷീനറീസ് ഉണ്ട്. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ടത് കാണുന്നത് എങ്ങനെയാണ് ഇതൊരു ജ്യൂസ് ആക്കി എടുക്കുന്നത്, നമുക്ക് അതിലേക്ക് കാണാം. തീർച്ചയായും. ആദ്യം തന്നെ നമുക്ക് കാണാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഓക്കെ, അതായത് ഈ കാണുന്ന പാഷൻ ഫ്രൂട്ട് നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ പൾപ്പ് നമ്മൾ റിമൂവ് ചെയ്യും. പൾപ്പ്. ഇത് ഇങ്ങനെയാണ് നിങ്ങളെല്ലാം ചെയ്യുന്നത്? ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്? ഡയറക്റ്റ് ചെയ്യുക. പക്ഷേ ഓഫ് സീസൺ സമയങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് പൾപ്പ് വരുത്തിക്കാറുമാണ്. കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് തോട്ടത്തിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യും. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പൾപ്പർ മെഷീനിലോട്ട് മാറ്റുന്നത്. ഈ മെഷീനിലോട്ട് മാറ്റിയതിന് ശേഷം ജ്യൂസ് വേറെയും അതുപോലെ തന്നെ അതിന്റെ സീഡ്സ് വേറെ ആയിട്ടാണ് വരിക. അതാണ് ഇതിന്റെ സിസ്റ്റം. അതാണ് ഈ മെഷീന്റെ സിസ്റ്റം. അടിപൊളിയാണല്ലോ ഇത്. അതായത് നമുക്ക് സീഡ് വേറെ തന്നെ കിട്ടും. സീഡ് വേറെ കിട്ടും, അതുപോലെ തന്നെ ജ്യൂസ് വേറെ, ജ്യൂസ് സെപ്പറേറ്റ് മറ്റൊരു ഭാഗത്തൂടെ കിട്ടും. അപ്പൊ ഇത് ഒരു തവണ ഇട്ടാൽ മതി, അല്ല പല തവണയായിട്ട് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണോ? അല്ല, നമ്മൾ ഒരു 2 പ്രാവശ്യം മാക്സിമം അത്രയും നമുക്ക് ഇടണം. 2 പ്രാവശ്യം ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം ജ്യൂസ് കംപ്ലീറ്റ് പുറത്തേക്ക് വരും. അതുപോലെ തന്നെ പൈനാപ്പിൾ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 2-3 പ്രാവശ്യം നമ്മൾ ഇടേണ്ട വരും. സീഡ്സ് മാറ്റി വെച്ചതിന് ശേഷം ജ്യൂസ് നമ്മുടെ മിക്സിംഗ് ടാങ്കിലേക്കാണ് മാറ്റുന്നത്. അവിടെ നമ്മൾ ഷുഗറുമായിട്ട് നല്ലപോലെ ഒരു 20 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മാത്രമേ ഇതിന്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. കറക്റ്റ് ടേസ്റ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു മിക്സിംഗ് ആണ് ഇവിടെ. ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് വേണം. 20 മിനിറ്റ് മിക്സ് ആയ ശേഷം നമ്മൾ ഈ ഹോമോജനൈസർ വഴിയാണ് കടത്തിയിടുക. അപ്പോൾ നമുക്ക് ജ്യൂസ് വളരെ തിക്കായിട്ട് കിട്ടും. ഈ ഹോമോജനൈസിങ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പാസ്ചറൈസേഷൻ യൂണിറ്റിലേക്ക് പോകുന്നത്. ഇവിടത്തേക്ക് എന്തിനാ മാറ്റുന്നത്? ഇവിടത്തേക്കാണ് നമ്മൾ ജ്യൂസ് ചൂടാക്കുന്നത്. ഇത് ചൂടാക്കണോ? പിന്നെ ചൂടാക്കാതെ നമുക്ക് നാച്ചുറൽ മറ്റ് ഡ്രിങ്ക്സ് പോലെ ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് നാച്ചുറൽ ആയത് കാരണം നമുക്കൊരു 90 ഡിഗ്രിയിൽ നമുക്കിത് ചൂടാക്കണം. കാരണം ഇതിനകത്ത് ഒരു ചെറിയ ബാക്ടീരിയ പോലും അവശേഷിക്കാൻ പാടില്ല. ജ്യൂസ് മുഴുവൻ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റിൽ വ്യത്യാസം, പ്രശ്നങ്ങൾ അങ്ങനെ ഇല്ല. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. നല്ല ടേസ്റ്റിലേക്ക് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ജ്യൂസും നമ്മൾ ചൂടാക്കി കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് കൂടത്തില്ലേ ഉള്ളൂ. പിന്നീട് തണുപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ചൂടാക്കിയിട്ട് പിന്നീട് നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാം. അടുത്ത ഘട്ടം 90 ഡിഗ്രിയുള്ള ഈ ജ്യൂസ് നമുക്ക് ഒരു 60 ഡിഗ്രിയിലേക്ക് ഡൗൺ ചെയ്യണം. ഇതിനുശേഷം അടുത്ത സ്റ്റോറേജ് ടാങ്കിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ 60 ഡിഗ്രി തണുപ്പിച്ച ഈ ജ്യൂസ് 60 ഡിഗ്രി തന്നെ നമുക്ക് മണിക്കൂറുകളോളം അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ 60 ഡിഗ്രി തന്നെ നമുക്ക് ഫില്ലിംഗും ആരംഭിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് തന്നെ ഇത് ഫില്ലിംഗ് നടക്കണം? ഡയറക്റ്റ് ആ സമയത്ത് തന്നെ ഫില്ലിംഗ് നടക്കണം. മാക്സിമം ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനകത്ത് തന്നെ ഫില്ലിംഗ് കൂടി നടക്കണം. ഇവിടെ ഇത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ മെഷീൻ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ്? അതെ, അതെല്ലാം മെഷീനറീസ് വെച്ചിട്ടുള്ള ഫില്ലിംഗ്സ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ബോട്ടിൽ വെച്ച് കൊടുക്കുന്നു, ഫില്ല് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. ഇവിടെ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നമ്മൾ ആദ്യം ഈ സീഡ്സ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇത് ഫില്ല് ചെയ്തതിനു ശേഷം ഇതിൽ സീഡ് കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് വീണ്ടും ഈ ഒരു ബോട്ടിലേക്ക് സീഡ് വന്നിരിക്കുന്നത്? സീഡ്സ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അത് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് സീഡ്സ് അതിനകത്ത് നിറച്ചിട്ടാണ് ഫില്ലിങ്ങിനോട്ട് വിടുക. ഇനി നമ്മൾ അടുത്തൊരു ജ്യൂസ് കൂടി കാണാൻ പോവാണ് അല്ലേ? അതെ, ഗ്രേപ്പ് ജ്യൂസ്. നമുക്ക് ബൾക്കായിട്ട് എങ്ങനെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണാം. ഈ കണ്ട അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെയും വരുന്നത്? അതെ, സെയിം സിസ്റ്റം ആണ്. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്രേപ്പ് എടുക്കുന്നു, നല്ല പോലെ വാഷ് ചെയ്യുന്നു. ഒരു 4 വെള്ളത്തിൽ വെച്ചിട്ട് വാഷ് ചെയ്യും. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ആദ്യം ഇടും, അതുപോലെ തന്നെ ഉപ്പിടും. അങ്ങനെ ഒരു 4 വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ട് ഇത് വാഷിങ്ങിലൊക്കെ? തീർച്ചയായും. കാരണം നമ്മളെ കുട്ടികൾ കഴിക്കുന്നതല്ലേ,
അതെല്ലാം നമുക്ക് പുറത്തും കൊടുക്കാൻ പറ്റൂല. അപ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായി പൾപ്പ് എടുക്കും. നമുക്ക് ബോട്ടിലിൽ ഫില്ല് ചെയ്യാനായിട്ട് ഒരു 4-5 ബോൾസ് നമുക്ക് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓരോ ബോട്ടിൽ ഈ പറയുന്ന ഗ്രേപ്പിന് ബോൾസ് ഉണ്ടാവും. ബോൾസ് ഉണ്ട്, 5-6 ബോൾസ് നമുക്ക് ഇടണം. അപ്പം ഇത് 2 പ്രോസസ്സ് ഇവിടെ നടക്കണം. 2 പ്രോസസ്സ് നടക്കണം. അതായത് ഒന്ന് ജ്യൂസും എടുക്കണം, ഒന്ന് ഈ പൾപ്പും എടുക്കണം. ഇതെല്ലാം ഈ മെഷീൻ തന്നെ ചെയ്യും. എല്ലാം ഈ മെഷീനിൽ ചെയ്യും. നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൾപ്പായിട്ട് കിട്ടും. പിന്നെ ഒരു 3-4 പ്രാവശ്യം ആകുമ്പോൾ നമുക്ക് 100% ജ്യൂസ് നമുക്ക് ജ്യൂസായിട്ട് വരും. ഇത് കൈകൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അല്ലേ? മാനുവലി തന്നെ ചെയ്യണത്. അത് നമുക്കിപ്പോൾ നാച്ചുറൽ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാനുവലായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് ശേഷം നടക്കുന്നതൊക്കെ നമ്മൾ ആദ്യം കണ്ട അതേ സിസ്റ്റം തന്നെയാണ് അല്ലേ? അതെ. ജ്യൂസ് എടുത്തതിന് ശേഷം നമ്മുടെ മിക്സിംഗ് ടാങ്കിലേക്ക് പോകുന്നു, ഹോമോജനൈസറിലേക്ക് കൂടെ പോകുന്നു, അതുപോലെ പാസ്ചറൈസേഷൻ കഴിയുന്നു. പാസ്ചറൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ടെമ്പറേച്ചർ കുറച്ചിട്ട് 60 ഡിഗ്രിയിൽ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ അതുപോലെ നേരത്തെ കണ്ട പോലെ തന്നെ ഫില്ല് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ ലാബലിംഗ് ഒക്കെ ചെയ്യുന്നത് സ്ട്രിംഗ് ടണൽ വഴിയാണ് ഇത് കടന്നു പോകുന്നത് അല്ലേ? അതെ, നമുക്ക് ഒട്ടിക്കേണ്ട ലേബലും ഉണ്ട്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഈ സ്ട്രിംഗ് ടണൽ വഴിയാണ് കടത്തിവിടുന്നത്. നിങ്ങളുടെ ഒരു ജ്യൂസ് എവിടെ വരുന്ന മാർക്കറ്റ് ചെയ്യുന്നുണ്ട്? അത് സ്വന്തം നാടായ കണ്ണൂർ, അതുപോലെ തന്നെ കാസർഗോഡ്, ബാംഗ്ലൂരൊക്കെ പോകുന്നുണ്ടോ? ബാംഗ്ലൂർ നമുക്ക് സ്ഥിരമായിട്ട് ബാംഗ്ലൂരിലേക്ക് ഉണ്ട്. പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കാൻ സാധ്യതയുണ്ട് ഇനി? തീർച്ചയായും. നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നതാണ്. വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. കാര്യങ്ങൾ പറഞ്ഞ് ഡീറ്റെയിൽ എത്തി. ചില ആളുകൾക്ക് ഇതേപോലത്തെ യൂണിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായും. അവർക്കുള്ള സപ്പോർട്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതുപോലെ ഒമാനിൽ നമ്മളൊരു ഗ്രൂപ്പ് വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ജ്യൂസ് കഴിച്ച് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ നമുക്കിത് ഒമാനിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മൾ തീർച്ചയായും അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഒമാൻ. അപ്പോൾ നമ്മുടെ ഒരു യൂണിറ്റ് ഒമാനിലോട്ട് ആരംഭിക്കേണ്ട പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലവർക്കും നമുക്ക് ഒരു ജില്ലയിൽ ഒരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? മിനിമം ഒരു 700 സ്ക്വയർ ഫീറ്റ് റൂം വേണം. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന്റെ ലഭ്യത നിർബന്ധമാണ്. ഇതിൽ മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ അത് സക്സസ് ആവുമോ, ഒരു ദിവസം എത്രമാത്രം പ്രൊഡക്ഷൻ നടക്കും, എത്ര നമുക്കൊരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത് ഏകദേശം ഒരു രൂപയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഒന്നാമത് ഇതിൽ മിനിമം ഒരു 5 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ പറ്റും. ഇപ്പം മത്സരം ഇല്ലാത്തൊരു ഫീൽഡാണ് ഈ നാച്ചുറൽ ജ്യൂസ് ആകുമ്പോൾ. ഇപ്പം മത്സരം കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബോട്ടിലല്ലാതെ കണ്ട് നമുക്ക് കപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അഡീഷണൽ ആയിട്ട് 1-2 മിഷനറീസ് കൂടി ഒന്ന് ആഡ് ചെയ്യേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. അതുപോലെ കല്യാണ പരിപാടികൾക്ക് നമുക്ക് ഇതിനകത്ത് നാച്ചുറലായിട്ട് ജ്യൂസ് നമുക്ക് പൗച്ചിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം റോഡ് സൈഡിലൊക്കെ കരിമ്പൊക്കെ വിൽക്കുന്ന കാണുന്നില്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ചെറിയ യൂണിറ്റ് ആയിട്ട് നമുക്ക് ജില്ലയിൽ ഒരു 5-10 ചെറിയ കൗണ്ടറുകളായിട്ട് നമുക്ക് ഡയറക്റ്റ് സെല്ല് കൂടി ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങുന്നവർക്ക് സബ്സിഡി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും 35% വരെ ഈ മിഷനറീസിനൊക്കെ സബ്സിഡി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അഗ്രികൾച്ചർ ലോൺ മുഖേന 6% പലിശയിൽ നമുക്ക് നിലവിൽ ഇതുപോലത്തെ യൂണിറ്റ് തുടങ്ങാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇത് അറിയില്ലാത്ത കുറെ ആളുകൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം ഒക്കെ അറിയില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ട്രെയിനിങ്ങോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഈ സ്വന്തം കമ്പനിയിൽ വന്നിട്ട് അവർക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നോ അതുവരെ പെർഫെക്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഇനി ഫൈനലായിട്ട് എനിക്ക് അറിയേണ്ടത്, ഇതേപോലുള്ള ഒരു യൂണിറ്റ് ഒരാൾക്ക് തുടങ്ങണമെങ്കിൽ ഏകദേശം എത്ര ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യമുണ്ടാവും? നമുക്കൊരു 15 ലക്ഷം രൂപ സ്റ്റാർട്ടിങ് വെച്ചിട്ട് നമുക്കിത് തുടങ്ങാൻ പറ്റും. ലാസ്റ്റ് നമ്മൾ കണ്ടില്ല സ്ട്രിംഗ് ടണൽ അടക്കം ഈ ഒരു എമൗണ്ടിലാണ് വരുന്നത്? അല്ല, സ്ട്രിംഗ് ടണൽ എന്ന് വെച്ചാൽ ലാർജ് പ്രൊഡക്ഷൻ എല്ലാ സമയത്ത് സ്ട്രിംഗ് ടണൽ വേണ്ടു. നമുക്ക് ഒരു ജില്ലാടിസ്ഥാനത്തിൽ ചെയ്യുന്ന സമയത്ത് ഇത് തന്നെ ധാരാളം. ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങിയാൽ മതി. അത് നമുക്ക് ഗ്യാസിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യിപ്പിക്കാം. ഇത്രയാണ് കൊക്കോ ഡ്രിങ്ക്സിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നല്ലേ? നാച്ചുറൽ ഫ്രൂട്ട് വെച്ചിട്ട് എങ്ങനെ ജ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കാം, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ ഒരു യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് രീതിയിലാണ് സപ്പോർട്ട് കിട്ടുന്നത് ആ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങൾ നമ്മളിലേക്ക് വരാം. ഓക്കെ, ബൈ.